1 ദിനവൃത്താന്തം അധ്യായം 27. സേനാനായകന്മാർ. ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേരുവിവരം. 24,000 പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു. 1-ാം മാസം പേരസ് വംശജനായ സബ്ദിയേലിൻ്റെ പുത്രൻ യഷോബെയാമിൻ്റെ കീഴിൽ 24,000 പേർ സേവനമനുഷ്ഠിച്ചു. 2-ാം മാസം അഹോഹ്യനായ ദോദായിയുടെ കീഴിൽ 24,000 പേർ. 3-ാം മാസം പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബെനായായുടെ കീഴിൽ 24,000 പേർ. 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ്. ഇവന്റെ മകൻ അമീസാബാദ് സംഘത്തിന്റെ ചുമതല വഹിച്ചു. 4-ാം മാസം യോവാബിന്റെ സഹോദരൻ അസഹേലിന്റെ കീഴിൽ 24,000 പേർ. അവനുശേഷം മകൻ സെബാദിയ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 5-ാം മാസം ഇസ്രാഹ്യനായ ഷംഹൂദിന്റെ കീഴിൽ 24,000 പേർ. 6-ാം മാസം തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. 7-ാം മാസം എഫ്രായിം ഗോത്രജനും പെലോന്യനുമായ ഹെലസിന്റെ കീഴിൽ 24,000 പേർ. 8-ാം മാസം സെറഹ്യ വംശജനും കുഷാത്യനുമായ സിബക്കായിയുടെ കീഴിൽ 24,000 പേർ. 9-ാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനാത്തോത്തിലെ അബിയേസറിന്റെ കീഴിൽ 24,000 പേർ. 10-ാം മാസം സെറഹ്യ വംശജനും നെത്തോഫഹ്യനുമായ മഹറായിയുടെ കീഴിൽ 24,000 പേർ. 11-ാം മാസം എഫ്രായിം ഗോത്രജനും പിറത്തോന്യനുമായ ബെനായായുടെ കീഴിൽ 24,000 പേർ. 12-ാം മാസം ഒത്നിയേൽ വംശജനും നെത്തോഫാത്യനുമായ ഹെൽദായിയുടെ കീഴിൽ 24,000 പേർ. ഗോത്രാധിപന്മാർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബന്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ശിമയോന്റെ അധിപൻ മാഖായുടെ മകൻ ഷഫാത്തിയ. ലേവിയുടെ അധിപൻ കെമുവേലിന്റെ മകൻ ഹഷാബിയ. അഹ്റോൻ കുടുംബത്തിന്റെ തലവൻ സാദോക്ക് ആയിരുന്നു. ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുവനായ ഏലീഹു യൂദായുടെ തലവൻ. മിഖായേലിന്റെ മകൻ ഒമ്രി ഇസാക്കറിന്റെ തലവൻ. ഒബാദിയായുടെ മകൻ ഇഷ്മായിയ സെബുലൂന്റെ തലവൻ. അസ്രിയേലിന്റെ മകൻ യെറേമോത്ത് നഫ്താലിയുടെ അധിപൻ. അസാസിയായുടെ മകൻ ഹോഷയ ഫ്രായിമിന്റെ അധിപൻ. പെദായായുടെ മകൻ ജോയൽ മനാസയുടെ അർദ്ധഗോത്രത്തിന്റെ തലവൻ. സക്കറിയായുടെ മകൻ ഇദ്ദോ ഗിലെയാദിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിന്റെ അധിപൻ. അബ്നേറിന്റെ മകൻ ജാസിയേൽ ബെഞ്ചമിന്റെ തലവൻ. യെറോഹാമിന്റെ മകൻ അസരേൽ ദാനിന്റെ അധിപൻ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രായേലിയരെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിനു താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല. സെരൂയയുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അഭിയേലിന്റെ മകൻ അസ്മാവത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥാന്റെ ചുമതലയിൽ ആയിരുന്നു. ഖെലൂബിന്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റാമാത്യനായ ഷിമെയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതല ഏറ്റു. ഷിഫ്മ്യനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷെഫേലായിലെ ഒലിവുതോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേദർകാരൻ ബാൽഹനാന്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിന്റെ അധീനതയിലായിരുന്നു. ഷാരോൻ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദലായിയുടെ മകൻ ഷാഫാത്തിന്റെ കീഴിലും. ഇഷ്മായേലിനായ ഒബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മൊറോണോത്യനായ യഹ്ദേയിയ പെൺകഴുതകളുടെയും ഹഗ്രീത്യനായ യാസിസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിന്റെ സമ്പത്തിന്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിന്റെ അമ്മാവനായ ജോനാഥാൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിത്തോഫൽ രാജാവിന്റെ ഉപദേഷ്ടാവും അർഖ്യനായ ഹുഷായി മിത്രവും ആയിരുന്നു. അഹിത്തോഫലിനു ശേഷം രാജോപദേഷ്ടാക്കളായി ബനായായുടെ മകൻ യഹോയാദയും അബിയാദറും സേവനം അനുഷ്ഠിച്ചു. യോവാബ് ആയിരുന്നു സേനാനായകൻ.
1 ദിനവൃത്താന്തം അധ്യായം 28. ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ. ഇസ്രായേലിലെ ഗോത്രത്തലവന്മാർ, സംഘത്തലവന്മാർ, സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, രാജാവിൻ്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാലിസമ്പത്തിൻ്റെയും മേൽനോട്ടക്കാർ, കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ, ധീരയോദ്ധാക്കൾ എന്നിവരെ ദാവീദ് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു: സഹോദരന്മാരെ, എൻ്റെ ജനമേ, ശ്രവിക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠവും സ്ഥാപിക്കാൻ ഒരാലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു. എന്നാൽ ദൈവം എന്നോട് അരുളി ചെയ്തു: നീ എനിക്ക് ആലയം പണിയേണ്ട. നീ ഏറെ രക്തം ഒഴുക്കിയ യോദ്ധാവാണ്. എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പിതൃകുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. രാജസ്ഥാനത്തിന് യൂദാ ഗോത്രത്തെയും യൂദാ ഗോത്രത്തിൽ നിന്ന് എൻ്റെ പിതൃകുടുംബത്തെയും തിരഞ്ഞെടുത്തു. എൻ്റെ പിതാവിൻ്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസ്സായി. കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു. ഇസ്രായേലിൽ കർത്താവിൻ്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എൻ്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു: നിന്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും. ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നാൽ ഞാൻ അവൻ്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും. അതിനാൽ ഇസ്രായേലിൻ്റെ കർത്താവിൻ്റെ സമൂഹത്തിനു മുൻപിൽ നമ്മുടെ ദൈവം കേൾക്കാൻ ഞാൻ പറയുന്നു: ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ. മകനെ സോളമൻ, നിന്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു. അന്വേഷിച്ചാൽ നീ അവിടുത്തെ കണ്ടെത്തും. ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും. ശ്രദ്ധിക്കുക, വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അചഞ്ചലനായി അത് നിവർത്തിക്കുക. പിന്നെ ദാവീദ് ദേവാലയത്തിൻ്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരശാലകൾ, മാളിക മുറികൾ, അറകൾ, കൃപാസന ഗൃഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ ഏൽപ്പിച്ചു. ദേവാലയത്തിൻ്റെ അങ്കണങ്ങൾ, ചുറ്റുമുള്ള മുറികൾ, ദേവാലയ ഭണ്ഡാരങ്ങൾ, അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവയുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ, ദേവാലയത്തിലെ ശുശ്രൂഷകൾ, പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു. വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്കു വേണ്ട പൊന്ന്, വെള്ളിപ്പാത്രങ്ങൾക്കു വേണ്ട വെള്ളി, സ്വർണ്ണ വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം, വെള്ളി വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയ്ക്കു വേണ്ട പൊന്ന്, വെള്ളി മേശകൾക്കു വേണ്ട വെള്ളി, മുൾക്കരണ്ടി, പാത്രങ്ങൾ, ചഷകങ്ങൾ, കോപ്പകൾ ഇവയ്ക്കു വേണ്ട തങ്കം, വെള്ളിപ്പാത്രങ്ങൾക്കു വേണ്ട വെള്ളി, ധൂപപീഠത്തിനു വേണ്ട തങ്കം, കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിൻ്റെ മുകളിൽ ചിറകു വിരിച്ചു നിൽക്കുന്ന കെരൂബുകളോട് കൂടിയ രഥത്തിൻ്റെ രൂപരേഖ, രഥത്തിനു വേണ്ട സ്വർണം എന്നിവ നൽകി. തത്സംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ പണികളും ഇതനുസരിച്ചു തന്നെ നടത്തേണ്ടതാണ്. ദാവീദ് മകൻ സോളമനോട് പറഞ്ഞു: ശക്തനും ധീരനുമായിരുന്ന് ഇത് ചെയ്യുക. ഭയമോ ശങ്കയോ വേണ്ട. എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാ, ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്കു വേണ്ട പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും നിന്നോട് കൂടെയുണ്ട്. സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു.